ഇത് ഞങ്ങൾ ഇഷ ഫൗണ്ടേഷനിലേക്ക് പോകുന്ന വഴിയിലുള്ള യാത്രയാണിത്. ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്നാണ് പോയത്, കോയമ്പത്തൂർ ടൗണിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ എത്താറായപ്പോൾ ഒരു 10 കിലോമീറ്ററും കൂടി ഉള്ളൂ ഇനി എത്താൻ. അപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ്. നല്ല ഗ്രാമാന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. വലിയ മലകളുടെ ഇടയിൽ കൂടി നമുക്ക് ഒരുപാട് മയിലുകളെയൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. നമ്മളവിടെ എത്തിക്കഴിയുമ്പോൾ ഒരു വിശാലമായിട്ടുള്ള പാർക്കിങ്ങാണ് നമുക്ക് അവിടെ ഉള്ളത്. നമുക്ക് പേ ആൻഡ് പാർക്കാണ്. 30 രൂപയാണ് നമുക്ക് വണ്ടിക്ക് ചാർജ് വരുന്നത്. നമുക്ക് ഫാസ്റ്റാഗിലാണ് അത് കട്ടാകും. അതുകൊണ്ട് പിന്നെ നമ്മൾ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരില്ല. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആദ്യം ഉള്ളത് നമുക്കൊരു മെഡിറ്റേഷൻ സെൻ്റർ ഉണ്ട്. അവിടെ നമുക്കൊരു 7 മിനിറ്റോളം മെഡിറ്റേഷൻ ഉണ്ട്. ആ മെഡിറ്റേഷൻ കഴിയുമ്പോഴേക്കും അവർ നമുക്കൊരു രുദ്രാക്ഷം തരും. സൗജന്യമാണത്. അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴേക്കും അവിടെ ഒരുപാട് കടകളുണ്ടാവും. നിങ്ങളുടെ കയ്യിൽ പൈസയായിട്ട് വയ്ക്കാൻ നല്ലത്. കാരണം മിക്കയിടത്തും GPay ഇല്ല, UPI ഒന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പൈസ കയ്യിൽ വയ്ക്കുകയാണ് നല്ലത്. ഡ്രസ്സ് ഉണ്ട്, ജ്വല്ലറി ഉണ്ട്, ഫോട്ടോസ്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഫുഡ് ഐറ്റംസ്, സ്നാക്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് കണ്ട് നമ്മൾ നടന്നെത്തുമ്പോഴേക്കും നമുക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് നമ്മളവിടെ നിന്ന് ആകർഷിക്കുന്നൊരു ഫീലുണ്ട് കേട്ടോ. ഞങ്ങൾ വൈകുന്നേരമായിരുന്നു പോയത്, അതുകൊണ്ട് നല്ലൊരു ക്ലൈമറ്റുമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. പക്ഷേ തിരക്കുണ്ടായിരുന്നു. ശനിയാഴ്ച ദിവസമായിരുന്നു. മലയാളീസായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ആ ആദിയോഗി ശിവൻ്റെ ഇത് അവിടെ എത്തി. അത് കണ്ടതിന് ശേഷം പിന്നെ അവിടെ നമുക്കൊരു ഇലക്ട്രിക് ബസ് അല്ലെങ്കിൽ കാളവണ്ടിയുണ്ട്. അതിൽ നമുക്ക് കാളഭൈരവ ക്ഷേത്രവും പിന്നെ അതുകൂടാതെ നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റാണ്. അവിടെ നമുക്ക് അവർ തന്നെ അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തരും. അത് അല്ലാതെ നമ്മുടെ ഡ്രസ്സ് ഇട്ട് ഇറങ്ങാൻ പാടില്ല. കുട്ടികളെ അവരിറക്കില്ല. അപ്പോൾ അവർ വച്ചിരിക്കുന്നത് ഓരോ ഹൈറ്റ് നോക്കിയിട്ടാണ് അവർ ഇറക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടുള്ള യാത്രയാണിത്. എല്ലാ സ്ഥലത്തും കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളമാണെങ്കിലും ഭക്ഷണത്തിനാണെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കയ്യിൽ ക്യാഷായിട്ട് വയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അവിടെയും കാളഭൈരവ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴും ഒന്നും നമുക്ക് മൊബൈൽ അലൗഡ് അല്ല. മൊബൈൽ നമ്മളവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം. അവിടെ കൗണ്ടേഴ്സ് ഉണ്ട്, ഫ്രീ കൗണ്ടേഴ്സാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് അവിടെ വയ്ക്കാനും ഒക്കെ പറ്റും. അപ്പോൾ അതൊരു